ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ചെറിയൊരു മണി പേഴ്സാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മെയിൻ ക്ലോത്തും ഒരു ലൈനിങ് ക്ലോത്തും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് ഞാൻ അതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അപ്പം ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ നമുക്ക് ഫസ്റ്റ് സിബ് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു നോർമൽ സിബ്ബാണ് എടുത്തിട്ടുള്ളത്. അപ്പം ലൈനിങ്ങിൻ്റെ നല്ല വശത്ത് സിബ്ബ് വെച്ചിട്ട് മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് അതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കണേ. ഇതിൻ്റെ മറുവശം അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് സിപ്പ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് മറിച്ച് വെച്ച് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശം തിരിച്ചെടുത്തതാണ്. എന്നിട്ട് ആ സിബ് നമ്മൾ അടിച്ചതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്നുകൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ഞാനൊരു ചെറിയൊരു നമ്മൾ ഹാങ് ചെയ്തിടുന്ന ഒരു ചെറിയൊരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഹാങ്ങൊക്കെ ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗത്താണ് നമ്മൾ ഈ ഹാങ് ചെയ്യുന്ന ഈ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം സിബിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒരു മാർക്ക് കൊടുത്തിട്ട് അവിടെയാണ് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ. ജസ്റ്റ് ഞാനൊന്നത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നല്ല വശം ഉള്ളിലാവുന്ന രീതിയിൽ ക്ലോത്ത് മറിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എക്സസ് ആയിട്ട് വരുന്ന പോർഷൻസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. സിബിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു പ്ലീറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. ഇനി പ്ലീറ്റ് നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി പ്ലീറ്റ് കൊടുക്കാതെ പ്ലെയിനായിട്ട് ആ ഒരു ഭാഗം രണ്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ പ്ലീറ്റ് കൊടുക്കുമ്പോൾ വേറൊരു ഷേപ്പിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമാണ് നമുക്കിതിലുള്ളത്. ജസ്റ്റ് ഞാൻ രണ്ട് സൈഡിലും പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്, അതേപോലെ മറ്റേ സൈഡിലും രണ്ട് ഭാഗത്തായിട്ട് പ്ലീറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് വശത്തും പ്ലീറ്റ് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നുള്ളൂ. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സിബ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ മണി പേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ക്യാൻവാസ് ഇല്ലാതെ കേട്ടോ ചെയ്തിട്ടുള്ളത്. ക്യാൻവാസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റിഫായിട്ടുണ്ടാവും. ഇതിപ്പോൾ നോർമൽ നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്